ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകരുടെ ദുരിതങ്ങളെല്ലാം അവസാനിച്ചു. ഇനി ഈ 5 രാശിക്കാർക്ക് കോടീശ്വര യോഗമാണ്. മാർച്ച് 3-ന്, അതായത് ഇന്നലെ പൂരം നക്ഷത്രത്തിൽ കേതുഗ്രസ്ത ചന്ദ്രഗ്രഹണം നടന്നു കഴിഞ്ഞു. ഈ ചന്ദ്രഗ്രഹണം മൂലം 5 രാശിയിൽപ്പെടുന്ന 12 നക്ഷത്ര ജാതകർക്ക് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന സകല ദുരിതങ്ങളും ദുഃഖങ്ങളുമെല്ലാം അവസാനിക്കുന്നു. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്തിൽ ഉൾപ്പെട്ട മേടരാശിക്കാർ, കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടരാശിക്കാർ, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽ ഉൾപ്പെടുന്ന ഇടവരാശിക്കാർ, ചിത്തിര ആദ്യ പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽ ഉൾപ്പെടുന്ന തുലാം രാശിക്കാർ, വിശാഖം ആദ്യ കാൽഭാഗം, അനിഴം, തൃക്കേട്ട ഉൾപ്പെടുന്ന വൃശ്ചിക രാശിക്കാർ, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം ഉൾപ്പെടുന്ന ധനുരാശിക്കാർ. ഞാനീ പറഞ്ഞ 5 രാശിക്കാർക്ക് കോടീശ്വര യോഗമാണ്. അതായത് നിങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിച്ചു. ഇനി നിങ്ങൾ പടിപടിയായി കോടീശ്വര യോഗത്തിലേക്ക് കുതിക്കും. ഇനി സമ്പൂർണ്ണ ഗ്രഹഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവിധ രോഗാദി ദുരിതങ്ങളിൽ നിന്നും മോചനമുണ്ടാകുന്നതാണ്. അതുപോലെ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി, അതുപോലെ ഏർപ്പെടുന്ന എല്ലാവിധ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും വളരെയധികം നേട്ടങ്ങളും ഗുണഗണങ്ങളും വർദ്ധിക്കുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക, വാഹന ഭാഗ്യം, ദാമ്പത്യ ഐക്യം എന്നിവ ലഭിക്കും. അതുപോലെ സ്ഥാനപ്രാപ്തി, അപ്രതീക്ഷിത ധനനേട്ടം, വ്യവഹാര വിജയം, ശത്രുഹാനി എന്നിവ ഉണ്ടാകുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളെല്ലാം വന്നു ചേരും. പുതിയ പദ്ധതികളിൽ പണം മുടക്കാവുന്നതാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് വലിയ ധനനേട്ടം കൈവരിക്കുവാൻ സാധിക്കും. അധികാരികളിൽ നിന്നും അനുകൂലമായ തീരുമാനം ലഭിക്കുന്നതാണ്. ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കും. പൂർവിക സ്വത്ത് ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ബിസിനസ്സുകളിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായി സ്ഥലം മാറ്റം ഉണ്ടാകുന്നതാണ്. ഗൃഹത്തിൽ ശാന്തത കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്ത് കഴിയുവാനുള്ള അവസരവും വന്നു ചേരും. നിങ്ങൾക്ക് ഈ സമയം ലോട്ടറി, നറുക്കെടുപ്പ് തുടങ്ങിയവയിൽ നിന്നും ഭാഗ്യ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ വളരെ കാലമായി കാണാതിരുന്ന ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാൻ കഴിയുന്നതാണ്. സ്ഥാനപ്രാപ്തി, തൊഴിലിൽ വിജയം, നിദ്രാസുഖം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഉദ്യോഗാർത്ഥികളായ ആളുകൾക്ക് അനുകൂലമായ സർക്കാർ ഉത്തരവുകൾ ലഭിക്കാം. തൊഴിൽപരമായും വളരെയധികം മേന്മയുണ്ടാകുന്ന കാലമാണ്. അതുപോലെ പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുവാൻ കഴിയും. ആരോഗ്യപരമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും ശമിക്കുന്നതാണ്. ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും. തടസ്സങ്ങൾ മാറി വളരെയധികം കാര്യപുരോഗതി ഉണ്ടാകുന്ന കാലമാണ്. ഗൃഹത്തിൽ പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങും. ദമ്പതികൾ ഒന്നിച്ച് യാത്രകൾ നടത്തുവാൻ കഴിയും. തൊഴിൽ രംഗത്ത് നിന്ന് അവധിയെടുത്ത് പുണ്യസ്ഥല സന്ദർശനമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കുന്നതാണ്. കലാ കായിക രംഗത്തുള്ള ആളുകൾക്ക് വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ ഭൂമിയിൽ നിന്നും വളരെയധികം ധനലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ അപേക്ഷിച്ച ആളുകൾക്ക് ഇത് കിട്ടുവാനുള്ള യോഗമുണ്ട്. തൊഴിലിടങ്ങളിൽ മേലധികാരിയുടെ പ്രീതി ലഭിക്കും. കുടുംബത്തിൽ മംഗളകരമായ കർമ്മം നടക്കുവാനും യോഗമുള്ള കാലമാണ്.
അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പുതിയ ജോലികളിൽ പ്രവേശിക്കുവാനുള്ള അവസരമൊരുങ്ങുന്നതാണ്. അതുപോലെ അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കങ്ങളെല്ലാം അവസാനിക്കും. സകുടുംബം യാത്രകൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽ സംബന്ധമായും വളരെയധികം യാത്രകൾ വേണ്ടിവരുന്ന കാലം കൂടിയാണ്. നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ഈ കാലത്ത് നിറവേറും. നടപ്പാകില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. അതുപോലെ രോഗാദി ദുരിതങ്ങളിൽ നിന്നും ശമനം, ബന്ധുജനങ്ങളിൽ നിന്നുമുള്ള സഹായം എന്നിവ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വ്യവഹാരങ്ങൾ നടത്തുന്ന ആളുകൾക്ക് എല്ലാ രീതിയിലും വിജയം ഉറപ്പായ കാലമാണ്. അതായത് തൊഴിലിൽ വിജയം, ഉന്നത സ്ഥാനപ്രാപ്തി, ധനലാഭം, സർക്കാർ സംബന്ധമായ ഗുണാനുഭവങ്ങൾ, ശാരീരിക സുഖം, ദാമ്പത്തിക ഐക്യം, മനസ്സുഖം എന്നിവയുണ്ടാകും. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വളരെ വലിയ നേട്ടങ്ങളുണ്ടാകും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ദൃശ്യമാകുന്ന കാലമാണ്. ആരോഗ്യപരമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും ശമിക്കും. തൊഴിലിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നേട്ടങ്ങളും ഉണ്ടാകും. മാനസികമായി എല്ലാ രീതിയിലും നിങ്ങൾക്ക് സന്തോഷം വർദ്ധിക്കുന്ന കാലമാണ്. കടമിടപാടുകൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയും. ബന്ധുഗുണമുണ്ടാകും. യാത്രകളെല്ലാം വളരെയധികം വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിത സൗഖ്യമുണ്ടാകും. നിങ്ങളുടെ മാതാവിനോ മാതൃജനങ്ങൾക്കോ അരിഷ്ടത സാധ്യതയാണ്. വിവാഹം ഉറപ്പിക്കുവാൻ സാധിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ശത്രുഹാനി, ആരോഗ്യവർദ്ധനവ്, തൊഴിലിൽ വിജയം എന്നിവ അനുഭവപ്പെടുന്നതാണ്. അതായത് നിങ്ങൾ തുടങ്ങി വെക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ലാഭത്തിലാകുന്ന കാലം കൂടിയാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകും. നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാൻ കഴിയുന്നതാണ്. ഇഷ്ടഭക്ഷണ സമൃദ്ധിയും നല്ല ആരോഗ്യ പുഷ്ടിയും അനുഭവപ്പെടും. പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരവും ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും ഐക്യവും വന്നു ചേരും. പ്രത്യേകിച്ചും നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.